പ്രാരാബ്ദങ്ങൾക്കിടയിൽ കച്ചവടം തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സത്യമായ ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ ഒരു 14 ലക്ഷം രൂപയോളം ലോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എല്ലാ സൈഡിലും പ്രഷറായിരുന്നു. മോനെ ജോലിക്ക് പോകും, ലോണല്ലേ അടയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. കച്ചവടം തുടങ്ങിയാൽ കയ്യിൽ നിന്ന് പൈസ പോകുമെന്നുള്ളത് പൊതുധാരണയാണ്. അത് സത്യമായ കാര്യമാണ്. കൈ പൈസ ഉണ്ടെങ്കിലേ കച്ചവടം നടക്കത്തുള്ളൂ. ഈ സാഹചര്യങ്ങളെ എല്ലാം എതിർത്താണ് ഞാൻ കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചത്. ആ സമയത്ത് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, എല്ലായിടത്തു നിന്നും പ്രഷറായിരുന്നു. 6 മാസത്തോളം എടുത്തു സ്ഥിരം ഒരു വരുമാനത്തിന് വേണ്ടി. വണ്ടി മല്ലപ്പള്ളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം വന്നു തുടങ്ങിയത്. അതുവരെ ഞാൻ നല്ല പ്രഷറിലായിരുന്നു. എല്ലായിടത്തു നിന്നും എന്നോട് പറഞ്ഞു, മോനെ ജോലിക്ക് പോകും. അപ്പം സെൽഫായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതാണോ ശരിയെന്ന്. പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, നടത്തിയേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ആ സമയത്ത് അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയത്. 1.5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ ആ സെയിം സെൽഫ് ഡൗട്ടിൽ തന്നെയാണ്. ഈ കച്ചവടത്തിൽ നിന്ന് വരുന്ന പൈസ തിരിച്ച് കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കച്ചവടം വളരൂ. അത് സത്യമായ ഒരു കാര്യമാണ്. എനിക്കിതുവരെ ഈ കടയിൽ ഇന്റീരിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കടയിൽ എനിക്ക് വലിയ അപ്ഗ്രഡേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം വരുന്ന പൈസ ഞങ്ങൾ ലോണിലേക്കാണ് അടയ്ക്കുന്നത്. സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മളെ തടുക്കാൻ പറ്റത്തില്ല. അപ്പം പാനിപ്പൂരി കഴിക്കണമെങ്കിൽ IHRD സ്കൂളിന് ഓപ്പോസിറ്റ് വന്നാൽ മതി. ഫ്ലേക്സ് ഫുഡ്. ഓക്കെ, ബൈ, ടാറ്റ.